ഇതിൽ പ്രധാനമായിട്ട് ഇപ്പോൾ അറിയേണ്ട പല കാര്യങ്ങളുമുണ്ട്. ഇതിൽ പല അവ്യക്തതകളുണ്ട്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ദേവസ്വം പ്രസിഡന്റും ദേവസ്വം മന്ത്രിയും ഉൾപ്പെടെയുള്ള ആളുകൾ ആരോപിക്കുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതിലെല്ലാം വ്യക്തത വരേണ്ടതുണ്ട്. മറ്റ് കേസുകൾ പരിഗണിക്കുമോ, ദേവസ്വം വിജിലൻസ് തന്നെ ആയിരിക്കുമോ തുടർന്ന് നീക്കങ്ങളിലേക്ക്, ഇല്ലെങ്കിൽ ഇത് അന്വേഷിക്കുക എന്നുള്ള കാര്യത്തിൽ പോലും ചില സംശയങ്ങൾ വരുന്നുണ്ട്. കാരണം ആ അന്വേഷണ പരിധിയിൽ നിന്ന് മതിയോ ഇത്ര ഗൗരവമുള്ള വിഷയം എന്നതുകൂടിയില്ലേ, അതുകൂടി സർക്കാർ പരിഗണിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ എല്ലാ വശങ്ങളും പരിശോധിക്കുക എന്നുള്ളത് തന്നെയാണ് ദേവസ്വം വിജിലൻസിന്റെ മുമ്പാകെ. പക്ഷെ എന്നാൽ പോലും അവരുടെ ആ ഉദ്യോഗസ്ഥന്റെ കുറവ്, ആകെ 4 പേർ ചേർന്നുള്ള ടീമാണ് ദേവസ്വം വിജിലൻസ് എന്ന് പറയുന്നത്. അതിലെ ഒരു ടീമിന്റെ വലിപ്പച്ചെറുപ്പം, അവരുടെ പരിമിതികൾ, ഇതെല്ലാം കൂടി മുന്നിലുണ്ട്. അതുകൊണ്ടാണ് സമഗ്രമായിട്ടുള്ള അന്വേഷണം കൂടി ആവശ്യപ്പെടാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും തീരുമാനിച്ചിട്ടുള്ളത്. അത് സംബന്ധിച്ച് നാളെ അടിയന്തര യോഗം ചേരുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക തന്നെ. മറ്റൊന്ന്, ഇപ്പൊ ശനിയാഴ്ച എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഒരു വ്യക്തതയിലേക്ക് എത്താനുള്ളൊരു സാധ്യത. കാരണം ഇപ്പോൾ എന്തിനാണ് തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് ഈ വിവാദങ്ങൾ, പ്രശ്നങ്ങളൊക്കെ നിൽക്കുമ്പോൾ എത്തിയിരിക്കുന്നത് എന്നതൊരു സംശയമുണ്ട്. മാത്രമല്ല ശനിയാഴ്ച ഈ ചോദ്യം ചെയ്യൽ ഉണ്ടാകാനുള്ള സാധ്യത, ഇത്രയും പെട്ടെന്ന് നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയല്ലേ കാണുന്നത്? കാരണം ഇത് കാര്യങ്ങൾ ക്ലിയർ ആകേണ്ടതുണ്ടല്ലോ, കോടതിയിലും അത് ബോധ്യപ്പെടുത്തേണ്ടതുണ്ടല്ലോ. തീർച്ചയായിട്ടും. കാരണം ഒരുപാട് ആരോപണങ്ങൾ, അത് ഈ പറഞ്ഞ പോലെ 1999 കാര്യങ്ങൾ തൊട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കേണ്ടത്, ആ വിജയ് മല്യ ഈ സ്വർണ്ണഭൂഷി നൽകിയതിന്റെ വിവരങ്ങൾ, രേഖകൾ ഒന്നും തന്നെ അവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസിൽ നിന്ന് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് വിജിലൻസ് അന്വേഷിച്ചെങ്കിലും ആ ഒരു രേഖകളും അവിടെ ഇല്ല എന്നുള്ള കാര്യം തന്നെയാണ് വിജിലൻസിന് മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഈ 1999 മുതൽ 2025 വരെ നടന്നിട്ടുള്ള കാര്യങ്ങളുടെ മുഴുവൻ വിവരങ്ങളും എന്തായാലും ദേവസ്വം വിജിലൻസിനെ എളുപ്പത്തിൽ ശേഖരിക്കാൻ കഴിയില്ല. അവരുടെ ആ ഒരു പരിമിതി വെച്ചുകൊണ്ട് മാത്രമേ അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം ആവശ്യപ്പെടാൻ വേണ്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ സമീപിക്കുക. ഹൈക്കോടതിയെ സമീപിച്ച് അതിലൊരു അന്വേഷണമായിരിക്കും അവർ ആവശ്യപ്പെടാൻ പോകുന്നത്. നാളെ അടിയന്തര യോഗം ചേർന്നിട്ടായിരിക്കും ഇക്കാര്യത്തിൽ എന്തായാലും ദേവസ്വം ബോർഡ് ഒരു തീരുമാനത്തിലേക്ക് എത്തുക. ഇതിൽ മറ്റൊന്നുണ്ട്. PS പ്രശാന്ത് ആരോപിച്ചിരിക്കുന്നത് പോലെ അയ്യപ്പ സംഗമമായിരുന്നു ഇതിന്റെ ലക്ഷ്യം, അതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നതുകൂടി അന്വേഷിക്കേണ്ടതുണ്ട്. മാത്രമല്ല ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉന്നത ബന്ധങ്ങളുണ്ട്, പോലീസുമായുള്ള വലിയ അടുപ്പമുണ്ട്. അതെല്ലാം ചേർത്ത് പരിഗണിച്ചുകൊണ്ട് കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യുന്നതിലേക്കൊക്കെ അല്ലേ കാര്യങ്ങൾ കടക്കുന്നത്?